അസ്ലം, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പാലം തുറന്നു കൊടുത്തു എന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. സമാനമായി ഇനിയും ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അതുപോലെ തന്നെ ഇന്നാകെ നടന്ന സംഭവങ്ങളുടെ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ചിത്രം എന്താണ്? പ്രമോദ്, അതിലേക്ക് നമുക്ക് പൂർണ്ണമായി തന്നെ സമഗ്രമായ ചിത്രത്തിലൂടെ വരാം. അതേസമയം ഇപ്പോൾ പുഞ്ചിരിമട്ടത്തെ ആ ഭാഗത്തു നിന്നുള്ള രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ച് വരുന്ന സന്നദ്ധ പ്രവർത്തനം അവിടുത്തെ നിലവിലെ അവസ്ഥയോട് നമ്മൾ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാം. അവിടെ ഇപ്പോൾ പൂർണ്ണമായും രക്ഷാപ്രവർത്തനം നടത്തിയോ ആ ഭാഗത്ത്? അപ്പോൾ ഏകദേശം അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ്, കാരണം വളരെ ശക്തിയായ മഴ കാരണം ഒരു രക്ഷാപ്രവർത്തനം ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല അവിടെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഉച്ചയ്ക്ക് ശേഷം 3 ഇറ്റാച്ചിയും കൊണ്ട് വളരെ തെരച്ചിൽ നടത്തിയെങ്കിലും അവിടെ പുഞ്ചിരിമട്ടത്തൊന്നും കിട്ടിയില്ല. പിന്നെ താഴത്ത് നമ്മുടെ പള്ളിൻ്റെ ആ ഭാഗത്താണ് ഉച്ചയ്ക്ക് ശേഷം ഒരു 3 ബോഡി കിട്ടിയത്. മൊത്തം ഇന്ന് 5 ബോഡി മൊത്തം കിട്ടിയിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ മുകളിലാണ് തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. വളരെ ശക്തിയായ മഴ അങ്ങനെ നിർത്താതെ പെയ്യുന്നത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഇവിടെ ഉപകരണങ്ങളൊക്കെ വന്നു തുടങ്ങി, ഇനിയും വേണ്ടി വരണം. കാരണം ഇപ്പോൾ ഏകദേശം പകുതിയിലേറെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇനിയും യന്ത്രങ്ങൾ വേണം. എന്നാലേ ഏറ്റവും അടിയിലാണ് പെട്ട് കിടക്കുന്നത്. കൈയും കൊണ്ട് എടുക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി യന്ത്രങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. കൈ കൊണ്ട് എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഏകദേശം നമ്മൾ തിരഞ്ഞ് കഴിഞ്ഞ്. തീർച്ചയായും ആ ഒരു സിറ്റുവേഷൻ കൂടി പറയാൻ വേണ്ടിയാണ് നമ്മൾ അദ്ദേഹം വിളിച്ചത്. അതായത് പുഞ്ചിരിമട്ടത്ത് ഉൾപ്പെടെ അവിടുത്തെ തെരച്ചിൽ പൂർണ്ണമായി നിർത്തിയിരിക്കുന്നു. മുണ്ടക്കൈയിലും താൽക്കാലികമായി തന്നെ മഴയും പ്രതികൂല കാലാവസ്ഥയും കാരണം താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. അതേസമയം ഇപ്പോഴും തെരച്ചിൽ തുടരുന്ന 2 പ്രദേശങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചൂരൽമലയുടെ സമീപത്തുള്ള വില്ലേജ് റോഡും അതിനടുത്തുള്ള 13ാം പാലത്തുമാണ് ഇപ്പോഴും തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുഴയിൽ കുറച്ച് വെള്ളം കൂടിയ സാഹചര്യത്തിൽ ആ പ്രദേശത്ത് നിന്ന് മറ്റ് ആൾക്കാരെ തന്നെ മാറ്റിയിട്ടുണ്ട്. അതേസമയം ഫയർഫോഴ്സിൻ്റെയും NDRFിൻ്റെയും സംഘം ഈ പ്രദേശത്ത് പ്രധാനപ്പെട്ട ഈ പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ്. ഇന്നത്തെ ഒരു ആകെ ചിത്രം നമ്മൾ പറയുകയാണെങ്കിൽ മരണം 280 എന്ന് പറയുന്ന വലിയ സംഖ്യയിലേക്ക് എത്തി എന്നുള്ളതാണ്. 280-ലധികം മനുഷ്യജീവനുകൾ പൊലിഞ്ഞ ഒരു ദുരന്തമായി ഈ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ മാറി എന്നുള്ളതാണ് ഇന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 29 കാണാതായവരുടെ എണ്ണം ഇന്നൊരു ഏകദേശം ഒരു കണക്ക്, അത് ഏകദേശ കണക്ക് മാത്രമാണ്. റേഷൻ കടകൾ കേന്ദ്രീകരിച്ചെടുത്തൊരു കണക്കാണ്. 200-ലധികം 206 പേരെ കാണാതായെന്നൊരു കണക്ക് ഇന്ന് റവന്യൂ വകുപ്പ് പുറത്തുവിടുന്നുണ്ട്. അതിൽ 29 പേരും കുട്ടികളാണ്. വിവിധ സ്കൂളുകളിലെ വെള്ളരിമല ഹൈസ്കൂൾ അടക്കമുള്ള സ്കൂളുകളിലെ 29 കുട്ടികളെയാണ് കാണാതായതെന്നുള്ളത്. ഇതിൽ 4 മൃതദേഹങ്ങൾ മാത്രമാണ് കുട്ടികളായി കിട്ടിയിട്ടുള്ളത്. ബാക്കി കുട്ടികളെ ഇപ്പോഴും കാണാനോ തിരിച്ചറിയാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. അങ്ങനെ വലിയൊരു ഹൃദയഭേദകമായ അവസ്ഥയാണ് ഇന്ന് നമുക്ക് മൊത്തത്തിലുള്ളത്. അതേസമയം ഈ ഒരു വലിയ ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനവും അതിനോട് ചേർന്ന് നിൽക്കുന്നതിൽ തന്നെ മെയ് മറന്നുള്ള രക്ഷാപ്രവർത്തനവും സജീവമായി തന്നെ നടക്കുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുണ്ടക്കൈ കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ തെരച്ചിലുണ്ടായിരുന്നത്. ഇന്നും മുണ്ടക്കൈയിൽ സജീവമായി തെരച്ചിൽ നടന്നു. അങ്ങനെയാണ് 5 മൃതദേഹങ്ങൾ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. മുണ്ടക്കൈയുടെ മുകൾ ഭാഗമാണ് പുഞ്ചിരിമട്ടത്തും ഇന്ന് സജീവമായി തെരച്ചിൽ നടത്തിയെങ്കിലും ആ ഭാഗത്തുനിന്ന് മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം അവിടെ ഏറെക്കുറെ എല്ലാ വീടുകളും അല്ലെങ്കിൽ വീട് ഉണ്ടായിരുന്നു എന്നറിയാത്ത തരത്തിലേക്ക് അവിടെ മാറിപ്പോയി. അതുകൊണ്ട് തന്നെ കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തി അവിടെ തെരച്ചിൽ നടത്തിയാൽ മാത്രമേ വീടുകൾ പൊളിച്ചുകൊണ്ട് അല്ലെങ്കിൽ മണ്ണുകൾ ചെളിയിൽ പൂണ്ടു നിൽക്കുന്ന വീടുകൾക്കകത്ത് എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് നമുക്കറിയാൻ കഴിയൂ. മുണ്ടക്കൈ ഏറെക്കുറെ പൂർണ്ണമായി കാണാത്ത ഒരു സാഹചര്യം. 4-5 വീടുകളും ഒരു 2 പള്ളിയുടെ ചെറിയ ഭാഗങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രദേശമേ ഇല്ലാത്ത രീതിയിലേക്ക് അത് മാറിപ്പോയി. അതുകൊണ്ട് തന്നെ അവിടെ തെരച്ചിൽ നടത്തി 5 പേരെ കണ്ടെത്തി. ഇനിയോടെ തെരച്ചിൽ നടത്താനുണ്ട്. പുഞ്ചിരിമട്ടത്തെ അവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞു. തുടർന്ന് താഴേക്ക് നമ്മൾ വരുമ്പോൾ ചൂരൽമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബെയിൽ പാലത്തിൻ്റെ വിശദാംശങ്ങൾ മഹേഷ് പോലും പറഞ്ഞു. നമുക്ക് ഈ ഒരു രക്ഷാദൗത്യത്തിന് വലിയൊരു വിലങ്ങ് തടിയായി നിന്നത് ചൂരൽമല പാലം ഒലിച്ചു പോയതായിരുന്നു. അതിന് പകരം സൈന്യത്തിൻ്റെ അതിൽ പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉപകരണങ്ങൾ പക്ഷേ ഇന്ന് രാത്രി ഇനിയും രക്ഷാദൗത്യത്തിന് പോകുന്നതിന് മറ്റുമൊക്കെ പരിമിതി ഉണ്ടെങ്കിൽ പോലും ഇന്ന് രാത്രിയും നാളെയുമായും കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഹിറ്റാച്ചി ഇവിടെ എത്തിച്ചിരിക്കുന്നതാണ്. അതായത് ബെയിലി പാലം തുറന്നതോടുകൂടി കൂടുതൽ യന്ത്രസാമഗ്രികളെ നമുക്ക് അങ്ങോട്ട് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇനി വരുന്ന രക്ഷാദൗത്യത്തിന് വേഗത കൂട്ടാനും പറ്റിയ ഏറ്റവും വലിയ കാര്യം. അവിടെ പോയി വരുന്ന രക്ഷാപ്രവർത്തകർ നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി മനുഷ്യന് കൈകൊണ്ടോ അല്ലെങ്കിൽ കമ്പി കൊണ്ടോ മറ്റൊന്നും കുത്തി കണ്ടുപിടിക്കാൻ പറ്റുന്ന അവസ്ഥയെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചില സ്ഥലത്ത് വലിയ ഹിറ്റാച്ചികൾ ആവശ്യമാണ്. ചില സ്ഥലത്ത് പ്രത്യേകിച്ച്
പൂർണ്ണമായും ചെളിയിലാണ്ട ചില സ്ഥലങ്ങളിലും മറ്റുമൊക്കെ അവിടെ ചെറിയ ഹിറ്റാച്ചികൾ മാത്രമാണ് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ ചെറിയ ഹിറ്റാച്ചികളും വലിയ ഹിറ്റാച്ചികളും തുടങ്ങി വലിയ യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടു കൂടി ഊർജിതമായ തെരച്ചിൽ നടത്തേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ മേൽഭാഗങ്ങൾ മുണ്ടക്കൈ അല്ലെങ്കിൽ പുഞ്ചിരിവട്ടം എന്ന സ്ഥലങ്ങളിലുള്ളത്. നമ്മൾ താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് വില്ലേജ് റോഡിലെ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും അവിടെ എന്തുകൊണ്ട് ആദ്യം രക്ഷാപ്രവർത്തകർ എത്തിയില്ല എന്ന് ചോദിച്ചാൽ അവിടെ മരണം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. കാരണം അവിടെ വീടുകളിൽ വെള്ളം കയറി ഉരുൾപൊട്ടൽ വന്ന് അവസാനിച്ച ഒരു സ്ഥലം എന്ന നിലയിൽ അവിടുത്തെ വീടുകൾ വെള്ളം കയറിയെങ്കിലും ആരുടെയും ജീവനുകൾ നഷ്ടപ്പെട്ടില്ല. അവിടുത്തെ ആൾക്കാരെ മുഴുവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിൽ രക്ഷാപ്രവർത്തകർ ശ്രദ്ധ എത്തിയിരുന്നില്ല. അതേസമയം അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ആണ് അവിടെ മൃതദേഹങ്ങൾ കണ്ടെത്തി ആദ്യം കാണുന്നത്. തുടർന്ന് രക്ഷാപ്രവർത്തകരും മറ്റുമൊക്കെ വന്ന് മൃതദേഹങ്ങൾ എടുത്തു മാറ്റിയെങ്കിലും പിന്നീട് ടൺ കണക്കിന് വലിയ മരങ്ങൾ അവിടെ അടിഞ്ഞു കിടക്കുന്നു. അത് ചില സന്നദ്ധ പ്രവർത്തകർ എത്തി അവിടെ എടുത്തു മാറ്റുമ്പോഴാണ് അതിനകത്ത് മൃതദേഹങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്. അത് ഇന്നലെ ഇവിടെ റവന്യൂ മിനിസ്റ്ററുടെയും മറ്റുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് തുടർന്ന് അവിടെ ആ ഭാഗത്തേക്ക് കൂടി ഇന്ന് ശ്രദ്ധ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കൂടുതൽ JCBകളും ഹിറ്റാച്ചികളും അവിടെ എത്തുകയും അവിടെ സൈന്യവും അത് NDRFും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം ചേർന്ന് തെരച്ചിൽ നടത്തിയിട്ടുള്ളതാണ്. അവിടെ മാത്രം ആ ഭാഗത്ത് നിന്ന് മാത്രം 6 മൃതദേഹങ്ങൾ കണ്ടെത്തി. അതിൽ 2 സ്ത്രീകളുടെയും അതോടൊപ്പം 2 കുട്ടികളുടെയും ഉണ്ടായിരുന്നു. അതിൽ ഒരു മൃതദേഹം എന്ന് പറയുന്നവരൊക്കെ പൂർണ്ണമായിട്ടല്ല കിട്ടിയത്. 2 കാലുകൾ മാത്രം അടങ്ങുന്ന ഒരു അരഭാഗം മാത്രമാണ് കിട്ടിയത്. അങ്ങനെ ഒരു വലിയ നമുക്ക് ആ ദൃശ്യം അതെടുത്ത് കണ്ടെത്തി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരവസ്ഥയിലാണ്. എന്തായാലും ആ ഒരു ഭാഗം, അതായത് വില്ലേജ് റോഡ് എന്ന് പറയുന്നതിൽ കൂടുതൽ തെരച്ചിൽ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ആ ഭാഗത്തേക്ക് തെരച്ചിൽ നടത്തിക്കൊണ്ട് നിൽക്കുന്ന ഫയർഫോഴ്സ് സംഘങ്ങളാണ് അതിൻ്റെ നേരെ എതിർ ഭാഗത്ത്, അതായത് ഈ പുഴയുടെ ചൂരൽമല പുഴയുടെ അക്കരെ ഭാഗത്ത് 13ാം പാലം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയും ഇതുപോലെ ഈ മണ്ണും അതോടൊപ്പം തന്നെ മരങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നത്. സ്വാഭാവികമായും അവിടെയും ചില സംശയങ്ങളുണ്ട്. അങ്ങനെ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫയർഫോഴ്സ് വൈകിട്ടോടുകൂടി അവിടെയും തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ വലിയ മരങ്ങൾ മാറ്റിക്കൊണ്ടും ചെടികൾ മാറ്റിക്കൊണ്ടും അവിടെയും പരിശോധനകൾ നടക്കുന്നു. ഇന്ന് ഉണ്ടായ ഒരു പുതിയ കാര്യം എന്ന് പറയുന്നത് വില്ലേജ് റോഡിലേക്ക് പരിശോധനകൾ മാറി തെരച്ചിൽ ശക്തമായി